Nolta and Unitaste co-present ഒന്നൊന്ന് രുചി co-powered by Suntips and 916 Cocoa brand coconut oil, special partner Amion and our dairy partner Payashi, education partner Moonar Catering College. നമസ്കാരം. ഒന്നൊന്ന് രുചിയിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. എന്നത്തെ പോലെ ഇന്നും നമുക്കൊരു അതിഥിയുണ്ട്. നമ്മുടെ എല്ലാം പ്രിയ താരമായ അനുമോളാണ്. സ്വാഗതം ചെയ്യാം അനുമോൾ. കുറെ നാളായിട്ട് കാണണം എന്ന് പറഞ്ഞ ഒരാളെ ഇവിടെ കണ്ടു കിട്ടി. ഞാനും കാണണമെന്ന് വിചാരിച്ചതാണ്. എന്തൊക്കെയുണ്ട് അനുമോളെ വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. അതൊക്കെ പോട്ടെ, നമുക്ക് ആദ്യം എന്താണ് ഇന്ന് ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചത്? ഇന്ന് ചെമ്മീൻ തേങ്ങാക്കൊത്ത്. അയ്യോ, ചെമ്മീൻ തേങ്ങ. ഇത് ആരുടെ റെസിപ്പിയാണ്? ആരുടെയോ അല്ല, വീട്ടിലെ അമ്മയുടെ റെസിപ്പി ഒന്നും അല്ല. ഇല്ല അല്ല, ഞാൻ ഇതുവരെ ഉണ്ടാക്കി ഇവിടെ വന്നതിന് ശേഷം ആദ്യമായിട്ട് ഉണ്ടാക്കാൻ പോകണോ? ആദ്യമായിട്ട്. പക്ഷെ ആദ്യമായിട്ട് ഉണ്ടാക്കണൊക്കെ അടിപൊളിയായിരിക്കും എന്നാണ് എല്ലാവരും പറയുന്നത്. എനിക്കങ്ങനെ പരീക്ഷിക്കാനൊന്നും വയ്യ. ഉറപ്പാണല്ലോ? ഉറപ്പായിരിക്കും. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് അനുമോളുടെ ഒരു സ്പെഷ്യൽ ചെമ്മീൻ തേങ്ങ കൊത്താണ്. എന്താണെന്ന് നോക്കാം. അതിന്റെ ഇൻഗ്രീഡിയൻസ് വരട്ടെ. അനുമോള് പറഞ്ഞ ഇൻഗ്രീഡിയൻസ് എല്ലാം എത്തിയിട്ടുണ്ട്. ചെമ്മീൻ, തേങ്ങാക്കൊത്ത്, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, നാരങ്ങാനീര്, മഞ്ഞൾപ്പൊടി, 2 തരം മുളക് പൊടി, ക്രഷ് ചില്ലി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, തേങ്ങാപ്പാല്, ചെറിയ ഉള്ളി വട്ടത്തിലരിഞ്ഞത്. ഇത്രയും സാധനം. കുരുമുളക് വേണ്ട, ഇനി അതുകൂടെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ്. അത് കുരുമുളക് കൂടെ വരുത്തിക്കാൻ. ശരി, അപ്പൊ നമുക്ക് തുടങ്ങാം. എങ്ങനെയാണ് ആദ്യം ഇപ്പൊ പ്രോൺസ് ഇപ്പൊ നമുക്ക് രണ്ടുപേർക്കും വേണ്ടിട്ട് മാത്രം ആയതുകൊണ്ട് ഇത്രേ എടുത്തിട്ടുള്ളൂ. എങ്ങനെയാണ് കുക്കിംഗ്? ആദ്യം നമുക്ക് ഈ പാൻ ആദ്യം നമുക്ക് പ്രോൺസും തേങ്ങയും ഇടാം. ഇടട്ടെ? വേവിച്ചെടുക്കണം. എന്നിട്ട് പിന്നെ ഫ്രൈ ചെയ്യണം. ഇത് നമുക്ക് കുറച്ചൊന്ന് വേവിച്ചെടുത്തതിന് ശേഷം ഈ ഉള്ളിയും ഇതിന്റെ കൂടെ നമുക്ക് മുളക് പൊടി, കാശ്മീർ ചില്ലി ഇടട്ടെ? 1 സ്പൂണേ. അറിയാലല്ലേ? അറിയാം. പിന്നെ ഒരു മുളക് പൊടി, എരിവുള്ളത്. അതെ. ഇനി മഞ്ഞപ്പൊടി നമുക്ക് ഇച്ചിരി. ഇതാണ് ഇച്ചിരി അല്ലേ? ഓക്കെ, ഇനി നമുക്ക് ഉപ്പിടാം. ഓക്കെ, ഉപ്പ്. പിന്നെ നമുക്ക് ഇതിട്ടില്ല. ഇത് തന്നെ തരണം അല്ലേ? ഇത് ഇതിനുമ്പോ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ അല്ലേ? ആര്? ഞാനോ? അതോ ആദ്യമായിട്ടാണ്? ഞാൻ ആദ്യമായിട്ടാ. അതെന്താ ചോദിച്ചതാണ്. ലൈം ഇപ്പൊ ഒഴിക്കണം? ഇപ്പൊ ഒഴിക്കണം. മതി. എന്നിട്ട് മിക്സ് ചെയ്യണം. വെള്ളമൊന്നും വേണ്ട? വെള്ളമൊന്നും ഉണ്ട്. നമുക്ക് കൊഞ്ചിന് നമുക്ക് വെള്ളം അതിൽ നിന്ന് ഇറങ്ങുന്നുണ്ടല്ലോ. വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് നമുക്ക് ചെമ്മീന പെട്ടെന്നാവും. ആണോ?
അടച്ചു വെച്ച് കഴിഞ്ഞാൽ കുറച്ച് മുളക് പൊടി കൂടി പോയോ എന്നുണ്ടോ? എനിക്ക് തോന്നി കുറച്ചല്ല, നോക്കാം നമുക്ക്. ഞാൻ അതില് കണ്ടത് എങ്ങനെയാണെന്ന് അറിയോ, 1 ടീസ്പൂൺ അല്ല അപ്പൊ ക്വാണ്ടിറ്റി കൂടുതലായിരുന്നു ചെമ്മീന്, ഇവിടെ ഇച്ചിരി കുറവായിരുന്നു. അപ്പൊ ആ അളവിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യണമെന്നുള്ളതാണ്. അപ്പൊ ഇതിനാണ് ഇനി അടുത്ത് പഠിക്കുന്നത്. അതാ പറഞ്ഞത് വീട്ടിൽ ഇത് ട്രൈ ചെയ്തായിരുന്നെങ്കിൽ സമയം ഉണ്ടായിരുന്നില്ല. ഓഹോ, ഇന്നലെ ഈ ഷോയ്ക്ക് കണ്ടൊരു തൊട്ട് മുമ്പ് കണ്ടൊരു വീഡിയോ, ഏതോ ഒരു വീഡിയോ കണ്ടു. ഏതൊരു വീഡിയോ അല്ല, നമ്മള് കുക്ക് ചെയ്യുമ്പോ സാറിനെ പിള്ളേർക്ക് നല്ലതായിട്ട് ഉണ്ടാക്കി കൊടുക്കണോ. അപ്പൊ അതിന് അങ്ങനെ ഞാൻ ഇളയിക്കോളാം. അങ്ങനെ വാരി വെതറാതെ ഇതിനകത്ത് ഓൾറെഡി ഉണ്ട് പച്ചമുളക്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. അങ്ങനെ ഇരിക്കെ ചേച്ചിയുടെ ഹസ്ബൻഡ് ഫ്രണ്ടാണ് ഒരു ഡബിങ് ആർട്ടിസ്റ്റ്. ഓക്കെ. അപ്പൊ പുള്ളിക്കാരൻ ഇതുപോലെ ഇങ്ങനെ ചേച്ചിയുടെ ഹസ്ബൻഡിന്റെ ഫ്രണ്ടാന്നൊക്കെ അറിഞ്ഞപ്പോ ചേച്ചി ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു, ഇവർക്ക് ഭയങ്കര ആഗ്രഹമാണ് അഭിനയിക്കാനൊക്കെ, ഇവർക്ക് എന്തെങ്കിലും ഒരു ചാൻസ് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു. ചേട്ടൻ പറഞ്ഞു ഇവർക്ക് അഭിനയിക്കാനുള്ള കഴിവുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് ഭയങ്കര കഴിവാണ്, ഞാൻ വേണമെങ്കിൽ ഇപ്പൊ കാണിച്ചു തരാം. ഞാൻ എന്ത് പറഞ്ഞു ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. ഒന്ന് കരയങ്ങ് പറഞ്ഞു. എനിക്ക് അപ്പൊ അതെ, അപ്പൊ ഈ കാര്യത്തിലൊന്നും വന്നില്ല. ഞാനിങ്ങനെ ഞാൻ കണ്ണിക്കൂടെ കണ്ണിന് പറഞ്ഞല്ല അഭിനയം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അപ്പൊ ചേട്ടാ കുഴപ്പമില്ല ഞാൻ പറയാം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പിന്നെ എന്താ ചേട്ടൻ ഫോട്ടോ, അന്ന് ആ വാട്സപ്പ് ഒന്നും ഉണ്ടായിരുന്നില്ല ആ ടൈമില്. വാട്സപ്പ് പിന്നെയല്ലേ അപ്പൊ അത് കഴിഞ്ഞ് 10 വർഷം വാട്സപ്പ് ഒക്കെ വന്നിട്ട് ഞാൻ കോളേജിൽ ഫസ്റ്റ് ഇയറിന് പഠിക്കുന്ന അല്ല സെക്കൻഡ് ഇയറിന് പഠിക്കുമ്പോഴാണ് വാട്സപ്പ് ഒക്കെ വരുന്നത്. അങ്ങനെ സ്റ്റുഡിയോയിൽ പോയി ഫോട്ടോസൊക്കെ എടുത്തു, പുള്ളിക്കാരനെ കൊടുത്തു. പുള്ളിക്കാരൻ പിന്നെ ഈ റൈറ്ററിനും ഡയറക്ടറിനൊക്കെ കൊണ്ടുകൊടുത്തപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു കുഴപ്പമില്ല കുട്ടിയെ വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ ഒരു ഡേറ്റ് ഒക്കെ നോക്കിയിട്ട് വിളിച്ചു. പിന്നെ എനിക്ക് സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ തന്നു, അഭിനയിക്കാൻ പറഞ്ഞു. കുഴപ്പമില്ല നന്നായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. പിന്നെ അവരുടെ സീരിയൽ തുടങ്ങിയ സമയത്ത് എന്നെ വിളിച്ചു, ഞാൻ അഭിനയിച്ചു. ഒരു ദിവസം കൊണ്ട് അവർക്ക് മതിയായി. അവർ ടേക്ക് കൂടി 10-20-30 ടേക്ക് ഇങ്ങനെ എന്നെ കരുതി അവർ പൊക്കോടും. അവർക്ക് മനസ്സിലായി ഒരു ദിവസം മതി, ആ കുട്ടി പിന്നെ വേണ്ടാന്ന് തോന്നി. പിന്നെ അതിലൊരു ക്യാമറമാൻ ഒരു അങ്കിൾ ഉണ്ടായിരുന്നു. പുള്ളിക്കാരൻ എന്താ പറയുക എന്റെ വിഷമമൊക്കെ കണ്ടിട്ട് പുള്ളിക്കാരൻ അടുത്ത സീരിയലിൽ നായകന്റെ അനിയത്തിയായിട്ടൊരു ക്യാരക്ടർ തന്നു. ഇതിലേ അത് പറയാൻ കേട്ടോ, ഇതിൽ ഇച്ചിരി മുളക് കൂടിപ്പോയി. അപ്പൊ നമുക്ക് പേരിന് വേണ്ടി പ്രേക്ഷകർക്ക് വേണ്ടി ഇച്ചിരി അതുകൊണ്ടാണ് കേട്ടോ. സാധാരണ കുറയുമ്പോഴാണ്. അതെ അതെ, അതുകൊണ്ട് നമുക്ക് ഇനി ഇതിൽ മുളക് ഒരുപാട് ഇടാൻ വേണ്ട, നമുക്ക് അത് മിക്സ് ചെയ്യുമ്പോൾ കറക്റ്റ് ആവും. അതെ, ആദ്യമായിട്ട് അഭിനയിക്കുന്ന അനിയത്തി എന്ന് പറഞ്ഞ സീരിയല്, പിന്നെ ഈ പറയുന്ന സംഗമം, പിന്നെ അത് കഴിഞ്ഞ് പിന്നെ അഭിനയം ഞാൻ പഠിച്ചു 2 കഴിഞ്ഞപ്പോൾ. അതെ, കറിവേപ്പില ഇട്ട് കൊടുക്കാം. അനുമോളെ ഇപ്പൊ എന്തൊക്കെയാണ് പുതിയ സംഭവം? മല്ലികാമ്മയുടെ കൂടെ ഒരു പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. നമുക്ക് ഇതില് കുറച്ച് ജസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കറിയത്തില്ല, നമുക്കിത് മിക്സ് ചെയ്യാം. ഭയങ്കര ഇഷ്ടം പറഞ്ഞ മുളക് പൊടികൾ ഓരോ റൗണ്ടിലും വാരി ഇടുക. നല്ല മണം അല്ലേ? അതെ. അനുവിന് ട്രിവാൻഡ്രത്തെ കാര്യമാണല്ലോ, അപ്പൊ തിരുവനന്തപുരത്ത് നല്ല അടിപൊളി ഭക്ഷണമൊക്കെ ഉണ്ട്. അമ്മ ഉണ്ടാക്കുന്ന ഏറ്റവും ഇഷ്ടപ്പെട്ടത്? എനിക്ക് അമ്മ ഉണ്ടാക്കുന്നതാണ് ഏറ്റവും ഇഷ്ടം. എന്നാൽ ഏതാണ് അമ്മ ഉണ്ടാക്കുന്നത് ഇഷ്ടം? മീൻകറിയാണോ? ചിക്കൻ തോരൻ അമ്മ ഉണ്ടാക്കുന്നത് ഭയങ്കര ഇഷ്ടം. ചിക്കൻ കറി ഇഷ്ടമാണ്. മീൻ കറി അയല. ചൂരയോ? ചൂരത്തല. ഞാൻ തലയുടെ ആളാണ്. തലേന്ന് പറഞ്ഞ ഞാനും എന്റെ അച്ഛനും അച്ഛൻ പിന്നെ അച്ഛൻ പണ്ടൊക്കെ തല എനിക്ക് തരുമായിരുന്നു. പക്ഷെ ഇപ്പൊ തല മേടിച്ചുകൊണ്ട് വരുമ്പോ 2 എണ്ണമായിട്ട് കൊണ്ടുവരും. എനിക്കൊന്നും അച്ഛനുണ്ട്. അറിയാം, കഴിച്ചതേ ഉള്ളൂ. ഇന്നലെയും കഴിച്ചു ഞാൻ എവിടെ കണ്ടാലും അത് ഫ്രഷ് ആയിട്ടുള്ളതാട്ടോ. ഇത് നമ്മൾ ഈ ഞങ്ങളുടെ ട്രിവാൻഡ്രത്ത് അടുത്താണ് ഈ വിഴിഞ്ഞവും, പിന്നെ വേറെ സ്ഥലങ്ങളുണ്ടല്ലോ കോവളം. ഇവിടെ നിന്നൊക്കെയാണ് മീൻ ഫ്രഷ് ആയിട്ട് നമുക്ക് കൊണ്ടുവരും. നമുക്ക് തേങ്ങാപ്പാൽ ഒഴിക്കാം. അല്ല, നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പൊക്കെ ആദ്യം വാരി ഇട്ടുണ്ടായിരുന്നേ, എന്നാലും നമുക്ക് കുറച്ച് ഇടാം. പേടിയാണല്ലേ? പേടിക്കണ്ട, നമുക്ക് തേങ്ങാപ്പാൽ ഒഴിക്കുന്നു. കറിയാണോ ഫ്രൈ ആണോ എന്താണ് ആദ്യം ഉദ്ദേശിച്ചത്? ശരിക്കും പറഞ്ഞാൽ ഞാൻ കണ്ട വീഡിയോക്ക് അത് തേങ്ങാപ്പാൽ ഇല്ലായിരുന്നു. എന്റെ അടുത്ത് അമ്മ ഇവിടെ വരുന്നതിന് മുന്നേ എന്റെ അടുത്ത് അമ്മ ചോദിച്ചു നീ എന്താ കുക്ക് ചെയ്യുന്നേന്ന്.
അമ്മയ്ക്ക് അറിയാം, നന്നായിട്ട് അറിയാം ഞാൻ കുക്ക് ചെയ്ത് എന്തെങ്കിലും സംഭവിക്കുമെന്ന്. അപ്പൊ അമ്മയുടെ ഞാൻ പറഞ്ഞു, അമ്മ ഇങ്ങനെയൊക്കെയാണ് ഞാൻ പറയാൻ പോകുന്നത്, അമ്മ ഒന്ന് കറക്റ്റ് ആയിട്ടൊന്ന് കേൾക്കാൻ പറഞ്ഞു. അമ്മ പറഞ്ഞു ലാസ്റ്റ് വേണമെങ്കിൽ വെള്ളം അല്ലെങ്കിൽ കുറച്ച് തേങ്ങാപ്പാൽ ഒഴിക്ക്, ഇച്ചിരി ഒഴിക്കാൻ പറഞ്ഞു. ഇച്ചിരി ഒഴിച്ചത് കൂടിപ്പോയി ഒന്ന് ഡൗട്ട് ഉണ്ട്. എല്ലാം കൂടിപ്പോയി, ഇച്ചിരി അല്ല ഉപ്പും. അതെന്താ എന്റെ പ്രശ്നമല്ല, അത് ഞാൻ കണ്ട വീടിക്കകത്ത് പ്രോൺസ് കുറച്ച് കൂടുതലുണ്ടായിരുന്നു. ഒരു കിലോ ഇപ്പൊ 1 കിലോ പോയിട്ട് 100 ഗ്രാം പോലും എന്നാൽ ഇത് ടേസ്റ്റ് ഉണ്ടാവും. എന്റെ മനസ്സിലെ ഞാൻ പറയുന്ന ടേസ്റ്റ്. കൊള്ളാം, അടിപൊളി. കുറച്ച് ഉപ്പിന്റെ കുറവുണ്ടോ എന്ന് ഡൗട്ട്, എന്തെങ്കിലും ഇടാൻ മറന്നോന്നൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ. ഇടാനകത്ത് ബാക്കിയായിട്ടൊന്നും ഇല്ല, എല്ലാം ഇട്ടുണ്ട്. എല്ലാം ഇട്ടല്ലോ അല്ലേ? നന്നായി കുരുമുളക് പൊടി കൂടെ തരാഞ്ഞത് അല്ല, അതുകൂടെ അത് ഭയങ്കര എരിവാ. പക്ഷെ അമ്മ പറഞ്ഞു കുരുമുളക് ഇടണമെന്ന്. ഓക്കെ, ഈ ഷൂട്ടിംഗ് ലൊക്കേഷൻ ഒക്കെ പോകുമ്പോൾ എന്താണ് പരിപാടി? അവിടുത്തെ ഭക്ഷണമൊക്കെ ആണോ? അവിടെ ഉണ്ടാക്കുന്ന ഭക്ഷണം എനിക്ക് എപ്പോഴും പുറത്തുള്ള ഫുഡ് കഴിച്ചാൽ ഞാൻ വയറ്റിന് പ്രശ്നമാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു വീട്ടിലുണ്ടാക്കുന്ന ഫുഡാണ് കൊണ്ടുതരുന്നത്. നാടൻ വീട്ടിലുണ്ടാകുന്ന ഈ അവിയല്, സാമ്പാറ്, തോരൻ, അതൊക്കെ എനിക്ക് ഇഷ്ടം. ഉച്ചക്ക് മീൻകറിയും ചോറ് ഞാൻ കഴിക്കില്ല, ചപ്പാത്തിയാണ് കഴിക്കുന്നത് ഉച്ചയ്ക്ക്. ഇതിനുമ്പ് എപ്പോഴെങ്കിലും എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് ഫ്ലോപ്പ് ആയിട്ടുണ്ടോ? ഇടയ്ക്ക് വെച്ച് ഞാൻ യൂട്യൂബ് ചാനലിന് വേണ്ടിയിട്ട് തലക്കറി വെച്ചായിരുന്നു. അപ്പം ഈ എല്ലാരും കാണുമ്പോ വിചാരിക്കും അയ്യോ പൊട്ടിത്തെറിച്ചോ, ഇത് ഈ കടുകൊക്കെ കരിഞ്ഞു പോയി. ലാസ്റ്റ് ഒരു മാങ്ങാച്ചാറ് പുരട്ടിയതുപോലെയാണ് വന്നത്. ഒരു തലയൊക്കെ എടുത്തിട്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് എല്ലാം ആക്കി ലാസ്റ്റ് സെറ്റായി വന്നപ്പോ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. അതെന്താന്നറിയില്ല, ഞാൻ എന്തുണ്ടാക്കിയാലും അവസാനം ഭയങ്കര ടേസ്റ്റ്. അതുപോലെ കൊഞ്ച് റോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. അനുമോളുടെ പ്രോൺ തേങ്ങാക്കൊത്ത് റെഡി ആയിട്ടുണ്ട്. കണ്ടു കഴിഞ്ഞാൽ അടിപൊളിയാണ്, നല്ല കളറൊക്കെ ഉണ്ട്. കഴിച്ചു നോക്കിയിട്ട് ബാക്കി പറയുള്ളൂ. അത് നോക്ക്, ഇത് കണ്ടില്ലേ, നല്ല റെഡിഷ് കളറിൽ ചെമ്മീൻ റോസ്റ്റ് അല്ല, കറിയല്ല, അതിന്റെ രണ്ടിന്റെ ഇടയിലുള്ള ഒരു പരുവാണിത്. ചോറിന്റെ കൂടെ വേണേൽ പെരട്ടി കഴിക്കാം, ടച്ചിങ്സ് ആയിട്ട് കഴിക്കാം, അതുപോലെ ടച്ചിങ്സ് ആയിട്ട് കഴിക്കാം. ഇതിനെ തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് നല്ല സ്പൈസി. ഇത് വളരെ സിമ്പിൾ ആയിട്ടാണ്. ആദ്യം പുള്ളിക്കാരത്തി എന്താ ചെയ്യുന്നത് വെച്ചാൽ ചെമ്മീനും തേങ്ങാക്കൊത്തും കൂടി ഇട്ട് മുളക് പൊടി, മഞ്ഞപ്പൊടി, ഇഞ്ചി, വെളുത്തുള്ളി, നാരങ്ങാ നീരെല്ലാം മറിനേറ്റ് ചെയ്ത് ക്രഷ് ചില്ലിയായിട്ടൊന്ന് വേവിച്ചു. അത് കഴിഞ്ഞിട്ട് പാനി വെളിച്ചെണ്ണ ഒഴിച്ച് ചെറിയ ഉള്ളി, പച്ചമുളക്, കറിവേപ്പില, വീണ്ടും കുറച്ച് മുളക് പൊടി ഇട്ടു, തേങ്ങാപ്പാലിട്ടിട്ട് ഈ വെന്ത ചെമ്മീൻ വരട്ടിയെടുക്കുകയാണ് ചെയ്തത്. നമുക്ക് നോക്കാം. മസ്റ്റായിട്ട് ഞാനത് പറയാം. നല്ല ഫ്ലേവറൊക്കെ ഉണ്ട് കേട്ടാ.
നമസ്കാരം. ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇത് മലബാർ മുസ്ലിം വീടുകളിലൊക്കെ ആളുകളൊക്കെ ഗസ്റ്റായിട്ട് വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു മീൻ വിഭവമാണ്. മീൻ തേങ്ങാ പൊരിപ്പ് എന്നാണ് എൻ്റെ പേര്. സാധാരണ നെയ്മീൻ ഐക്കൂറ വെച്ചിട്ടാണ് ചെയ്യുക. ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് മസാലയൊക്കെ ഇട്ട് പൊരിച്ച് തേങ്ങ, ചുവന്നുള്ളി, പെരിഞ്ജീരകത്തിൻ്റെ ഒരു ചമ്മന്തി പോലാക്കി അതിനകത്തിട്ട് പുരട്ടിയെടുക്കുന്ന റെസിപ്പിയാണിത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മീൻ മറിനേറ്റ് ചെയ്ത് വെക്കണം. മീൻ മറിനേറ്റ് ചെയ്യുന്ന സാധാരണ വീട്ടിലുണ്ടാക്കുന്ന പോലെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കുരുമുളകും നാരങ്ങാ നീരും ലേശം എണ്ണയും വെള്ളമോടെ ചേർത്ത് ഈ ഫിഷിനെ ഇങ്ങനെ മറിനേറ്റ് ചെയ്ത് വെക്കുക. അത് പൊരിച്ചെടുക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. അപ്പം വെളിച്ചെണ്ണയ്ക്കകത്ത് എണ്ണ ചൂടാകുമ്പോൾ കുറച്ച് കറിവേപ്പില നമ്മൾ ഇട്ട് നോക്കാം. കറിവേപ്പില ഇട്ട് നോക്കിയിട്ട് എണ്ണ ചൂടായി നെയ്മീൻ ഓരോ കഷ്ണങ്ങളായിട്ട് പൊരിച്ചെടുക്കണം. മീൻ അങ്ങനെ പൊരിയുന്ന സമയത്താണ് നമുക്ക് ആ പൊരിപ്പിനുള്ള മസാല റെഡിയാക്കേണ്ടത്. അതിനായിട്ടൊരു പാൻ ചൂടാക്കണം. വെളിച്ചെണ്ണ ഒഴിക്കുക.